ഹായ് ഓൾ, വെൽക്കം ടു എക്സാം പോയിൻ്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 സോഷ്യൽ സയൻസിലെ പാർട്ട് 2 10th ലെസനാണ്. ഏതാത്? കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. ഉപഭോക്താവ്, സംതൃപ്തിയും സംരക്ഷണവും. ഈ ലെസണിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് കൺസ്യൂമറിനെ കുറിച്ചും കൺസെപ്ഷനെ കുറിച്ച്, കൺസ്യൂമർ കോർട്ടിനെ കുറിച്ച്, അതുപോലെ കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ടുന്ന നീഡ്സ്, ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫുഡ് വേണം, ഷെൽട്ടർ വേണം, ക്ലോത്ത് വേണം, പിന്നെയോ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംഭവങ്ങൾ വേണം, ട്രാവലിംഗ് ഫെസിലിറ്റി വേണം അല്ലേ? അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് പഠിക്കാം. Discuss the requirements satisfying for which we visit them and list them out. നമുക്ക് നോക്കാം. നോക്കി, പർച്ചേസിങ് വെജിറ്റബിൾ ഫോർ കുക്കിംഗ് ഫുഡ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ നമുക്ക് ആവശ്യം വേണം. ഫുഡ് പാകം ചെയ്യണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് വേണം അല്ലേ? അതുപോലെ നോക്കി, ടു അവൈൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഡിസീസ്. അപ്പോൾ നമ്മൾ ചികിത്സ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമുക്ക് ഹോസ്പിറ്റൽ വേണം അല്ലേ? ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടുകയുള്ളൂ. ഇതെല്ലാം നമ്മുടെ ഓരോരോ ആവശ്യങ്ങളാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വരുന്ന വിവിധങ്ങളായ ആവശ്യങ്ങളാണ്. പിന്നെ നമുക്ക് നോക്കാം, ടു അവൈൽ ട്രാവൽ ഫെസിലിറ്റി. യാത്രാ സൗകര്യങ്ങൾ വേണം അല്ലേ? യാത്രാ സൗകര്യങ്ങൾ നമ്മൾ വാട്ടർ വേസ് ഉപയോഗിക്കാറുണ്ട്, റെയിൽവേസ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് മനുഷ്യന് ആവശ്യമാണ്. പിന്നെയോ നോക്കി, പർച്ചേസിങ് ക്ലോത്ത്. നമുക്ക് ക്ലോത്ത് ആവശ്യമാണ് അല്ലേ? ഇതൊക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക? ടെക്സ്റ്റൈൽ. നമ്മുടെ നിയർ ബൈ ഷോപ്പിലൊക്കെയാണ്, ടെക്സ്റ്റൈലിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വിവിധങ്ങളായ നീഡ്സ്, സർവീസിനൊക്കെ നമുക്ക് അതിനനുയോജ്യമായ പല സ്ഥലങ്ങളിലും ചെന്ന് വേണം നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങാനായിട്ട്. അതുപോലെ നോക്കിയേ, ഗെറ്റിംഗ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം നേടുന്നതിന് നമുക്ക് എന്ത് വേണം? സ്കൂൾ വേണം അല്ലേ? അപ്പം നമുക്ക് നോക്കിയേ, മോഡേൺ മാൻ ഹാസ് എന്തൊക്കെ ആവശ്യങ്ങളാണ് ജനറൽ ആയിട്ടുള്ളത് നോക്കിക്കേ. വേരിയസ് വാണ്ട്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എൻ്റർടൈൻമെൻറ്റ് എക്സെട്ര. അങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ മനുഷ്യന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. വി യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പല സാധനങ്ങളും സേവനങ്ങളും നമ്മൾ ഇതുപോലെ ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, നൗവേഡേയ്സ് വി പേ മണി ഫോർ വാട്ടർ ആൻഡ് എയർ. വാട്ടറിനും എയറിനും വരെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ടൈമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്ന് മാത്രം അല്ലേ? അതായത് എയറിനൊന്നും നമുക്ക് പേ ചെയ്യേണ്ട ഒരു ആവശ്യം കേരളത്തിലൊന്നും വന്നിട്ടില്ല. പക്ഷേ ഡൽഹി പോലെയുള്ള ഏരിയകളിലൊക്കെ ഹൈലി പൊല്യൂട്ടഡ് ആണ് അറ്റ്മോസ്ഫിയർ. അതുപോലെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ആവശ്യങ്ങളായിട്ട് അത്യാവശ്യമായ സാധനങ്ങൾക്ക് പോലും നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതെ, അവയുടെ ആവശ്യം കൂടുതൽ തോറും എന്ത് സംഭവിക്കുന്നു? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. വിഭവങ്ങൾ കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ വാണ്ട്സ്. നമ്മൾക്ക് ആവശ്യങ്ങൾ കൂടുന്നു. അതുകൊണ്ട് ഡേ ബൈ ഡേ നമ്മളുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ നമുക്ക് കൂടുതലാണ്. പക്ഷേ റിസോഴ്സിൻ്റെ സ്കേഴ്സിറ്റിയാണ് അല്ലേ? റിസോഴ്സസ് നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല. എന്തുകൊണ്ട് എയറിനൊക്കെ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? യെസ്, ഹൈലി പൊല്യൂട്ടൻ്റ് ആണ് അറ്റ്മോസ്ഫിയർ ഡേ ബൈ. അതായത് മനുഷ്യൻ്റെ ചൂഷണം, മനുഷ്യൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ് അതിനെല്ലാം മെയിൻ കാരണം. ഇപ്പം മിനറൽ വാട്ടർ കൊണ്ടാണ് നമ്മൾ മിക്കവരും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിനറൽ വാട്ടറാണ് അല്ലേ? നമുക്ക് പ്യൂരിഫൈ ചെയ്ത ശുദ്ധമായ വെള്ളമൊന്നും ഇപ്പോൾ കിട്ടാനില്ല അല്ലേ? ഇഷ്ടംപോലെ ഡേ ബൈ ഡേ കെമിക്കൽസ്, അതുകൊണ്ട് ധാരാളം ഫാക്ടറീസ്, അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ, ഇതെല്ലാം നമുക്കൊരു പ്യുവർ വാട്ടർ കിട്ടുന്നില്ല. അതിന് നമ്മൾ എന്ത് കൊടുത്ത് തന്നെയാണ് വാങ്ങുന്നത്? പൈസ കൊടുത്ത് തന്നെയാണ് ഈ വാട്ടറും വാങ്ങുന്നത്. അതുപോലെ ഡു വി പേ ഫോർ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മൾ ഈ ഗുഡ്സ് സർവീസൊക്കെ കിട്ടുന്നതിന് എല്ലാത്തിനും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല അല്ലേ? എസ്പെഷ്യലി എഡ്യൂക്കേഷൻ.
എഡ്യൂക്കേഷൻ നമ്മൾ പൈസ മീൻസ് നോർമൽ ഗവൺമെൻറ് എഡ്യൂക്കേഷനൊക്കെ ഇപ്പോൾ എന്താ പറയുക 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സർവീസിനും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ കൺസംഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. നോക്കി, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുക, കൺസംഷൻ. അതായത് മനുഷ്യൻ ഏത് കടയിൽ ചെന്നോ ഏത് ഷോപ്പിൽ ചെന്നോ വിവിധങ്ങളായ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് അവന് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ഹൈലി ക്വാളിറ്റി ഉള്ളതായിരിക്കണം. എന്താ പറയുക, ആ വില നിലവാരത്തിന് അനുയോജ്യമായ സാധനമായിരിക്കണം അവന് കിട്ടുക. അങ്ങനെ മനുഷ്യനെ സാറ്റിസ്ഫൈ, ഓരോ കൺസ്യൂമറിനെയും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കൺസംഷൻ എന്ന് പറയുക. നോക്കി, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ് യൂസിങ് എന്തിന്, ഗുഡ്സ് ആൻഡ് സർവീസ്. അവൻ വാങ്ങുന്ന സാധനങ്ങൾക്കും സേവനങ്ങളും സാറ്റിസ്ഫൈഡ് ആവുന്നതിനെയാണ് വാട്ട് വി കോൾ എസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കി, കൺസ്യൂമർ. ഓക്കെ, എന്താ അപ്പോൾ വാട്ട് ഈസ് കൺസ്യൂമർ, അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമർ എന്ന് പറയുന്നത്? എന്താണ്, എ പേഴ്സൺ ഹൂ പർച്ചേസ് ആൻഡ് യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ പേയിങ് ഓർ എഗ്രീയിങ് ടു പേ എ പ്രൈസ്. നോക്കിയേ, വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ പരിചയമുള്ള കടയിലാണെങ്കിൽ നാളെ തരാട്ടോ, അല്ലെങ്കിൽ ഈ മാസം അവസാനം തരാട്ടോ, ആ പൈസ തരാമെന്നുള്ളൊരു വാഗ്ദാനത്തിലാണ് നമ്മൾ ആ പർട്ടിക്കുലർ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നത്. അത്തരം ആളുകളെ പറയുന്ന പേരാണ് എന്ത്, കൺസ്യൂമർ. നമ്മളെല്ലാം കൺസ്യൂമേഴ്സാണ് അല്ലേ? എല്ലാവരും, മനുഷ്യരെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ പല പല സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ്. എല്ലാവരും തന്നെ കൺസ്യൂമേഴ്സാണ്. ഓക്കെ, നോക്കിയേ, വി ഡിപ്പെൻഡ് പ്രൈമർലി ഓൺ സെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് സർവീസസ് സെൻറ്റർ. ആവശ്യങ്ങൾക്ക് നമ്മൾ എവിടേക്കാണ്, വിൽപ്പന സേവന കേന്ദ്രങ്ങളെയാണ് ആദ്യമായി ആശ്രയിക്കുക. അതായത് വിൽക്കുന്ന ഇടമുണ്ടാവും, അതുപോലെ പല പല സേവനങ്ങൾ കിട്ടുന്ന ഇടമുണ്ടാവും. ഇപ്പോൾ ഹോസ്പിറ്റൽ പോലെയുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ എവിടെ ചെല്ലും, പല പല ഷോപ്പിൽ പോയി വാങ്ങും അല്ലേ? സർവീസസ് കിട്ടുന്നത് എവിടെ നിന്ന്, മെയിൻലി ഹോസ്പിറ്റൽസൊക്കെ പോലെയുള്ളിടത്തു നിന്ന് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സർവീസസ് ഒക്കെ കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ഇതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. നോക്കുക, പരസ്പരം ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കിയേ, പ്രൊഡക്ഷൻ. ഏതെങ്കിലും ഒരു എന്താ പറയുക കമ്പനിയിൽ, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലായിരിക്കും ഈ ഉൽപ്പന്നങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ, വിതരണം ചെയ്യണം. ആരിലേക്ക്, അത് ഉപഭോഗം, കൺസപ്ഷൻ, അത് ഉപയോഗിക്കാൻ അത് നമ്മൾ കൺസപ്ഷൻ ചെയ്യും. ഇതെല്ലാം ഫൈനലി എത്തിച്ചെല്ലുന്നത് ആരിലേക്കാണ്, കൺസ്യൂമറിലേക്കാണ് അല്ലേ? സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ഓരോ ജനങ്ങളിലേക്കുമാണ് ഇവ എത്തിച്ചേരുന്നത്. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. നോക്കിക്കേ, മാനുഫാക്ചർ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്നു, ശേഷം അത് വിതരണത്തിനായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഉപഭോഗത്തിന് വേണ്ടി കൺസ്യൂമറിൻ്റെ അടുത്തിലേക്ക് എത്തിക്കുന്നു. വീണ്ടും നമ്മുടെ ആവശ്യത്തിന് ഈ പ്രോസസ്സ് ഒരു ചെയിൻ പ്രോസസ്സാണ്. വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നു, വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഡിഫറെൻറ്റ് റിസോഴ്സസ് ആണ് ഈ പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പരസ്പരം ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതും പ്രൊഡക്ഷൻ ചെയ്യുന്നതും ഒക്കെ ആരിലേക്കാണ് ഫൈനലി എത്തിച്ചേരുന്നത്, കൺസ്യൂമറിലേക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ മീൻ ടു സാറ്റിസ്ഫൈ ദ കൺസ്യൂമേഴ്സ്. എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും, എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഫൈനലി എത്തിച്ചേരുന്നത് ആരിലേക്കാണ്, അത് ഉപഭോക്താവിലേക്കാണ് അല്ലേ, അല്ലെങ്കിൽ കൺസ്യൂമറിലേക്കാണ് എത്തിച്ചേരുന്നത്. നോക്കി, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കൺസ്യൂമർ. നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. എ കസ്റ്റമർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിസിറ്റർ ഓൺ അവർ
premises. He is not dependent on us. We are dependent on him. He is not an interruption in our work. He is the purpose of it. He is not an outsider of our business. He is part of it, and we are not doing him favor by serving him. He is doing us a favor by giving us an opportunity to do so. എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് നോക്കിക്കേ, നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആര്? ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയുന്ന ആള്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ചോ നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞു? അദ്ദേഹം നമ്മുടെ ജോലിക്ക് തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ ഇടപാടിൽ ഒരു അന്യനല്ല. കൺസ്യൂമർ ഒരിക്കലും നമ്മൾ തമ്മിലുള്ള, അതായത് ആ വിൽക്കുന്ന ആളും തമ്മിലുള്ള ഒരു എന്താ പറയണേ ഇടപാടിൽ ഒരു അന്യനല്ല. അദ്ദേഹം അതിൻ്റെ ഭാഗമാണ്. ഓക്കെ, ആ ഷോപ്പിൻ്റെയും കൂടി ഒരു ഭാഗമാവുകയാണ്. അദ്ദേഹത്തിന് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ചോ സേവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നത് വഴി അദ്ദേഹം നമുക്ക് ഒരു ഔദാര്യം ചെയ്തു തരികയാണ് ചെയ്യുന്നത്. അതാണ് ഗാന്ധിജിയുടെ വാക്കുകൾ. നമുക്ക് നോക്കാം, വാട്ട് ആർ ദ aspects that consumer expect while purchasing product and using services. ഒരു കൺസ്യൂമർ സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അയാൾ ശ്രദ്ധിക്കുക? ഉദാഹരണമായിട്ട് നമ്മളൊരു ടി വി വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചോദിച്ചൊക്കെ അറിയൂല്ലേ ഏത് കമ്പനിയുടെ ബ്രാൻഡാണ് നല്ലത്. അതൊരു കടയിൽ പോയി അപ്പം തന്നെ നമ്മൾ ആ ടി വി വാങ്ങിയോ? ഇല്ല, നമ്മൾ 2-3 കടകളിൽ പോയി അന്വേഷിച്ച് റേറ്റ് എല്ലാം കമ്പയർ ചെയ്യും അല്ലേ? അതുപോലെ റീസണബിൾ റേറ്റിൽ കിട്ടുകയും നമുക്ക് ക്വാളിറ്റി വേണം. അതുപോലെ തന്നെ അവരുടെ ഡീലിങ്സ് ഒക്കെ നല്ല ഡീലിങ്സ് ആയിരിക്കണം. പിന്നെ നല്ല ഗുണമേന്മയുള്ള സാധനങ്ങളായിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുള്ളൂ അല്ലേ? സാധാരണ നമ്മൾ ഓപ്റ്റ് ചെയ്യുക അങ്ങനെയുള്ളതാണ്. അല്ലാണ്ട് ഏറ്റവും വില കുറഞ്ഞത് പോയി നമ്മൾ വാങ്ങുമോ? ഇല്ല, അതിനത്ര ക്വാളിറ്റി ഉണ്ടാവില്ല അല്ലേ? അപ്പം നോക്കാം, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക നമുക്ക് നോക്കാം. ക്വാളിറ്റി, ഗുണമേന്മ നോക്കും. അതുപോലെ റിലയബിലിറ്റി, നല്ല വിശ്വാസ്യതയുള്ള പ്രൊഡക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ടേ വാങ്ങുകയുള്ളൂ. അതുപോലെ ആഫ്റ്റർ സെയിൽ സർവീസ്, വിൽപ്പനാനന്തര സേവനം. ഇപ്പം നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, അതിന് വലിയ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ടൈമിൽ നമുക്ക് ആ സർവീസ് കിട്ടുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് അത് എടുക്കുകയുള്ളൂ അല്ലേ? അതുപോലെ തന്നെ നോക്കിയേ, പ്രോപ്പർ ക്വാണ്ടിറ്റി, കൃത്യമായ അളവ്. ഇത്രയും ലിറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇത്ര ലിറ്ററിൻ്റെ ഫ്രിഡ്ജാന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള അളവ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ ആ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അളവ് കൃത്യമായിട്ടുണ്ടോ? ഇപ്പോൾ ബിസിനസ് ഒരു മോട്ടോയിൽ അവർ വേണമെങ്കിൽ എന്താ പറയുക 1 kg എന്നൊക്കെ എഴുതിയിട്ട് വേണമെങ്കിൽ 950 അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്യുക അല്ലേ? അതൊക്കെ നമ്മൾ കൃത്യമായി കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം നമ്മൾ അതൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട്. അതുപോലെ ഗുഡ് ഡീലിംഗ് ഫ്രം സെല്ലർ, വിൽപ്പനക്കാരൻ്റെ മാന്യമായ പെരുമാറ്റം. നമ്മൾ ചില ഷോപ്പിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനായിരിക്കും നമ്മൾ കയറുക, പക്ഷേ ആ വിൽപ്പനക്കാരൻ്റെ ബിഹേവിയർ വെച്ചിട്ട് നമ്മൾ 2-3 പ്രോഡക്റ്റ് ഡെഫിനറ്റായിട്ടും വാങ്ങിയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ വരുന്നൊരു അനുഭവം നോക്കാം. സാധാരണ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവർക്കും പുതിയ ബാഗ്, കൊട, ചെരുപ്പ്, അതുപോലെ ബുക്സ് എല്ലാം പുതുതായിരിക്കും അല്ലേ? ഇവിടെ നോക്കിക്കേ, 2 കൂട്ടുകാരുടെ ഒരു അനുഭവം നമ്മളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻ ദ മന്ത് ഓഫ് ജൂൺ, അനു ആൻഡ് വിനു റീച്ച് സ്കൂൾ വിത്ത് ന്യൂ അംബർലാസ്. പുതിയ കൊടയായിട്ടാണ് ആര് വന്നത്? അനുവും വിനുവും. ഈവൻ ദോ ബോത്ത് ഓഫ് ദം യൂസ് ദെയർ അംബർലാസ് കെയർഫുള്ളി. വളരെ സൂക്ഷിച്ച 2 പേരും കുട ഉപയോഗിച്ചിരുന്നത്. ആഫ്റ്റർ 2 weeks, Anu's umbrella was so damaged that it could not be opened. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? അനുവിൻ്റെ അംബർല ഡാമേജായി, ചീത്തയായി പോയി അല്ലേ? അതുപോലെ വിനു കുഡ്സ് യൂസ് ഹിസ് അംബർല വെൽ ടിൽ ദ ഇയർ എൻഡ്. ആ വർഷം മുഴുവനും ആര്? നമ്മുടെ വിനു കൊട നന്നായിട്ട് ഉപയോഗിച്ചു. ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? ഇതിൽ ആരാ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കൺസ്യൂമർ? ആരാണ്? അനു ആണോ വിനു ആണോ?
വിനു ആണല്ലേ. എന്തുകൊണ്ടാ? ആ ഒരു വർഷം മുഴുവൻ സെയിം ടൈപ്പ് കുടയാണ് രണ്ടുപേരും വാങ്ങിയത്. പക്ഷേ സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടും ആരുടെ കുടയാണ് പെട്ടെന്ന് കേടായി പോയത്? യെസ്, അനുവിൻ്റെ കുട പെട്ടെന്ന് കേടായിപ്പോയി അല്ലേ. പക്ഷേ വിനു അത് ആ വർഷം മുഴുവൻ ഒരു കേടും കൂടാണ്ട് വിനുവിന് അത് ഉപയോഗിക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ല സേവനം കിട്ടിയത് ആർക്കാ? യെസ്, വിനുവിനാണ് അല്ലേ. നല്ല കുടയും കിട്ടി, ആ വർഷം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റി. ഇതാണ് പറയുന്നത്, കൺസ്യൂമറിനെ സാറ്റിസ്ഫൈഡ് ചെയ്യണം. ഉൽപ്പന്നങ്ങൾ സേവനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ആ പർട്ടിക്കുലർ പേഴ്സണ്, ആ കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാൽ മാത്രമേ അതൊരു നല്ലൊരു ഉപഭോക്താവ്, അതായത് കൺസംഷൻ ആവുകയുള്ളൂ. അതുപോലെ നമുക്ക് നോക്കാം, വേരിയസ് സർക്കംസ്റ്റൻസസ് കൺസ്യൂമേഴ്സ് എക്സ്പ്ലോയിറ്റഡ് ഓർ ചീറ്റഡ്. പല സാഹചര്യത്തിലും നമ്മൾ ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ നമ്മൾ ചൂഷണത്തിന് വിധേയരാകാറുണ്ട് അല്ലേ. ഏതൊക്കെ സന്ദർഭങ്ങളാണെന്ന് നമുക്ക് നോക്കാം. സെല്ലിംഗ് ലോ ക്വാളിറ്റി പ്രോഡക്റ്റ്, ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കുക, അതായത് ലോ പ്രൈസിൽ വിൽക്കുക. നമുക്ക് നോക്കാം, ചില ഐറ്റംസ്, സെയിം ഐറ്റംസ് പല കടയിലും പല വിലയായിരിക്കും. വളരെ കുറച്ച് കൊടുക്കുന്ന കടകളുണ്ടാവും, ന്യായമായ രീതിയിൽ വിൽപ്പന ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതൽ പൈസയ്ക്ക് വിൽക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊന്നും നമ്മൾ ചൂഷണത്തിന് വിധേയരാകരുത്. നമ്മൾ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, അതിലെന്തൊക്കെ കണ്ടൻസ് ഉണ്ട്, ഇതെല്ലാം വെരിഫൈ ചെയ്യുക. അതിൻ്റെ ബ്രാൻഡ് എന്താ, എല്ലാം വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മളത് സെലക്ട് ചെയ്യാനായിട്ട്. അല്ലാണ്ട് പെട്ടെന്ന് വില കുറഞ്ഞാന്നോർത്ത് ഓടിപ്പോയി ഒരാഴ്ചയ്ക്ക് നമുക്കതൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ വില കുറച്ചെടുക്കുമ്പോൾ വലിയ ഫുഡ് പോയിസണോ അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി തന്നെ സെലക്ട് ചെയ്ത് നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുക ചൂഷണത്തിന് വിധേയരാകരുത്. അതുപോലെ പിന്നെ എന്തൊക്കെയാണ്? അഡൾട്രേഷൻ, മായം ചേർക്കുക. നമ്മൾ മിക്ക ഫുഡ് ഐറ്റത്തിലും, ബാക്കി ഐറ്റം പോട്ടെ, ഫുഡ് ഐറ്റംസ് നമ്മുടെ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന അല്ലേ. നമുക്കറിയാം, നമ്മുടെ എന്താ പറയുക, പല കമ്പനിയുടെ മുളക് പൊടിയിലൊക്കെ എന്തുണ്ട്? ഇഷ്ടിയപ്പൊടി ചേർക്കും. എന്തിനു വേണ്ടിയാണ്? അവർക്ക് വെയിറ്റ് കൂട്ടാൻ വേണ്ടി. കുറച്ച് മുളക് പൊടിയും കുറച്ച് ഇഷ്ടിയപ്പൊടി ആകുമ്പോൾ അവർക്കൊരു 1 kg അല്ലെങ്കിൽ 1/2 kg ഒക്കെ കറക്റ്റ് മെഷറിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ മായം ചേർക്കുകയാണ്. പക്ഷേ ഇവരാരും എന്താ പറയണത്? കൺസ്യൂമർക്ക് ഇത് ദോഷമാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ച് നമ്മളൊരു അന്വേഷണം നടക്കുക. ഏത് ബ്രാൻഡഡ് കമ്പനിയാണ് നല്ലത്? ഇപ്പോൾ ടീച്ചറിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ടീച്ചർ ഷെയർ ചെയ്യുകയാണ്. ടീച്ചർ +2-ൽ ഇതുകൊണ്ട് കുട്ടികൾക്ക് അഡൾട്രേഷൻ്റെ ഒരു ലാബ് കൊടുത്തപ്പോൾ നമ്മുടെ ബ്രാൻഡഡ് കുറേ മുളക് പൊടി, പല ബ്രാൻഡഡ് കമ്പനികളുടെ മുളക് പൊടി ഞങ്ങൾ അതിൽ അഡൾട്രേഷൻ ടെസ്റ്റ് ചെയ്യേണ്ടായി. അപ്പോൾ മിക്കതിലും തന്നെ എന്താ ഇതുപോലെ മായങ്ങളാണ്. പക്ഷേ കുറച്ച് കമ്പനികൾ, നല്ല കമ്പനികളുണ്ട്, ടീച്ചർ അതിവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല, ഒരു മായവുമില്ലാത്ത മുളക് പൊടികളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഇതൊക്കെ ഈ കൺസ്യൂമേഴ്സ് തിരിച്ചറിയണം. നമുക്കിത് എങ്ങനെ ചെക്ക് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്കത് അനലൈസ് ചെയ്യാം എന്നൊക്കെ അറിഞ്ഞ് ഒരിക്കൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടാൽ, ചൂഷണത്തിന് വിധേയമായാൽ വീണ്ടും വീണ്ടും അങ്ങനെ പോവരുത്. നമ്മളത് തിരിച്ചറിയണം. അതുപോലെ പഞ്ചസാര പോലെയുള്ള സംഭവത്തിൽ ചോക്ക് പൗഡറൊക്കെ മിക്സ് ചെയ്യും അല്ലേ, മിക്സ് ചെയ്യാറുണ്ട് പൊതുവെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ പെട്ടെന്ന് ചൂഷണത്തിന് വിധേയമാകാതെ അതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് മോചനം നേടാം, എങ്ങനെ ഇതെല്ലാം തിരിച്ചറിയാം, ഏതൊക്കെ കമ്പനിയുടെ ഏതൊക്കെ ബ്രാൻഡാണ് ഹൈ ക്വാളിറ്റി ഉള്ളത്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള ബ്രാൻഡുകൾ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ ചാർജിങ് എക്സസ് പ്രൈസ്, അതായത് പാക്കറ്റിൽ ഒരു വിലയായിരിക്കും കൊടുത്തിരിക്കുന്നത്. ചില ബിരുദന്മാരുണ്ട്, എന്ത് ചെയ്യും? ആ വിലയുടെ മേലിൽ വേറെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേറൊരു പ്രൈസ് അവരിടും. ഓക്കെ, അതും നമ്മൾ എന്താ പറയുക, ഒരു തരം ചൂഷണത്തിന് വിധേയമാവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് നോക്കാം വേറെ ഏതൊക്കെ രീതിയിലാണ് എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുക എന്ന് നോക്കിക്കേ. മാനിപ്പുലേഷൻ ഇൻ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, നോക്കി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക. ഓക്കെ, അതൊക്കെ നമ്മളപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് 1 kg ആണെങ്കിൽ 1 kg തന്നെയാണോ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതെന്ന് നോക്കുക. ചില പാക്കറ്റിലൊക്കെ 1 kg എന്ന് എഴുതിയിട്ട് ഒരു 900 ഗ്രാമൊക്കെ ആയിരിക്കും അവർ ഫില്ല് ചെയ്തിരിക്കുക.
അപ്പോൾ വെയിറ്റിലും ഇതൊക്കെ കറക്റ്റാണോ എന്ന് തൂക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഡിലേ ഇൻ മേക്കിംഗ് സർവീസ് അവൈലബിൾ, സേവന ലഭ്യതയിലുള്ള കാലതാമസം. അതായത് എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ട ടൈം വന്ന് നമ്മൾ വിളിച്ചാൽ ചിലർ വരില്ല അല്ലേ, അങ്ങനെയുള്ള കാലതാമസമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണം. പിന്നെയോ സെല്ലിംഗ് ഗുഡ്സ് ഹസാഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നോക്കി, ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ വിൽപ്പന. നമുക്ക് എസ്പെഷ്യലി ചില ഫുഡ് ഐറ്റത്തിൽ പലതരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത തരം എന്താ പറയുക കളറൊക്കെ ചേർക്കും അല്ലേ, പലതരം കെമിക്കൽസ് ആഡ് ചെയ്യും, അത് പെട്ടെന്ന് സ്പോയിൽ ആവാതിരിക്കാനായിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റ് വാങ്ങുമ്പോൾ കാണുമ്പോൾ ഇതൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം ആസ് എ കൺസ്യൂമർ എന്ന നിലയിൽ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പല മാർഗങ്ങളുണ്ട് അല്ലേ, പല മീഡിയാസുണ്ട് നമുക്കിതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനും ശ്രദ്ധിക്കാനൊക്കെ പലതരം അവസരങ്ങളുണ്ട്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. അഥവാ സ്വയം ടെസ്റ്റ് ചെയ്യാവുന്നതാണെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയെല്ലാം നമ്മൾ യാതൊരു ചൂഷണത്തിനും വിധേയമാകാതെ വേണം സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാനായിട്ട്. അതുപോലെ നോക്കിക്കേ, ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത്, കൺസ്യൂമർ മസ്റ്റ് ബി ഏബിൾ ടു കൺസ്യൂം വിത്ത് ഈസ് ആൻഡ് വിത്തൗട്ട് ബീയിങ് എക്സ്പ്ലോയിറ്റഡ്. നോക്കിയേ, ചൂഷണങ്ങൾക്ക് വിധേയമാകാതെ ഉപഭോഗം സാധ്യമാകണം. നമ്മുടെ കൺസപ്ഷൻ എപ്പോഴും എക്സ്പ്ലോയിറ്റേഷന് വിധേയമാകാതെ വേണം. ബി കെയർഫുൾ ആയിരിക്കണം എപ്പോഴും. എന്ത് ഉൽപ്പന്നങ്ങൾ എടുക്കുമ്പോഴും, ഫുഡായിട്ട് ആയിക്കോട്ടെ, ഡ്രസ് ഐറ്റംസ് ആയിക്കോട്ടെ, സേവനങ്ങൾ കിട്ടുമ്പോൾ, സർവീസ് കിട്ടുമ്പോൾ എല്ലാം. ഇപ്പോൾ ഹോസ്പിറ്റൽസ്, പലതരം ഹോസ്പിറ്റൽസ് ഉണ്ട്, നമുക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത്. ബിസിനസ് മാത്രം എന്താ പറയുക ഫോക്കസ് ചെയ്ത് പോകുന്ന കുറേ ഹോസ്പിറ്റൽസ് ഉണ്ട്. അതൊന്നും അല്ലാണ്ട് നമുക്ക് നല്ല സർവീസ് എവിടെയാണോ കിട്ടുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ നോക്കിയേ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമറിനൊരു പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അതിലൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്ത് ചെയ്യുമോ 1986 എന്തിനു വേണ്ടിയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്? നോക്കിയേ, Consumer Protection Act in 1986 clearly defines എന്താ കൺസ്യൂമേഴ്സ് റൈറ്റ്, കൺസ്യൂമറിൻ്റെ അവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൻഡ് സെറ്റ് ഓഫ് സ്പെഷ്യൽ ജുഡീഷ്യറി മെക്കാനിസം ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊട്ടക്ഷൻ, അത് കൺസ്യൂമർ കോർട്ടുണ്ട്. ഇതിനൊക്കെ എക്സ്പ്ലോയിറ്റേഷനൊക്കെ വിധേയമാകുകയാണെങ്കിൽ ഈ കൺസ്യൂമർ കോർട്ടിൻ്റെയൊക്കെ സേവനം നമുക്ക് അവകാശപ്പെടാം. അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നോക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തിനൊക്കെ വേണ്ടിയാ? ടു പ്രൊട്ടക്റ്റ് കൺസ്യൂമർ റൈറ്റ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടി സ്പെഷ്യൽ ജുഡീഷ്യറീസ് എല്ലാം ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇനി നോക്കിയേ, റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ ആസ് പെർ ആക്ട്. എന്തൊക്കെ അവകാശങ്ങളാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് മുഖേന ഓരോ കൺസ്യൂമേഴ്സിനും കിട്ടുന്ന റൈറ്റ്, അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് എഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഹസാഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നോക്കി, ജീവനും സ്വത്തിനും ഹാനികരമാവുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം ഓരോ കൺസ്യൂമർക്കും ഉണ്ട്. അതുപോലെ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നോക്കി, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശവും ആർക്കുണ്ട്? ഓരോ കൺസ്യൂമറിനും ഉണ്ട്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശവും നമുക്ക് ഓരോ കൺസ്യൂമറിനും ഉണ്ട്. അതുപോലെ റൈറ്റ് ടു ഹാവ് ആക്സസ് ടു ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് ഫെയർ പ്രൈസസ്. അതായത് ന്യായവിലയ്ക്ക് സേവനവും സാധനവും വാങ്ങാനുള്ള അവകാശവും ഓരോ കൺസ്യൂമർക്കും ഉണ്ട്. അതായത് അവർക്ക് ഇഷ്ടമുള്ള വിലയിൽ നമുക്ക് ഓരോ പ്രോഡക്റ്റും വിൽക്കാനുള്ള അവകാശം അവർക്കില്ല. ഇതൊക്കെ കറക്റ്റായിട്ട് തിരിച്ചറിയണം ഓരോ കൺസ്യൂമേഴ്സും. റൈറ്റ് ടു ബി ഹേർഡ് ആൻഡ് ടു സീക്ക് റിഡ്രസൽ അറ്റ് അപ്രോപ്രിയേറ്റ് ഫോറംസ്. നോക്കിയേ, എന്താ ചെയ്യേണ്ടത്? അധികാരികളുടെ മുന്നിൽ തർക്കങ്ങൾക്ക് പരിഹാരം നേടാനുള്ള അവകാശം
ഇവിടെ ഒരു അവകാശം എന്നുണ്ട് കേട്ടോ. ടീച്ചർ ഒന്നുകൂടെ എഴുതാം. അവകാശം ഉണ്ട്. അധികാരികൾ, അതായത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് വിധേയമാകുകയാണെങ്കിൽ നമുക്ക് കൺസ്യൂമർ കോർട്ട് അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അറിയിക്കാം, ടൈമിൽ ഗവൺമെൻറ്റിനെ അറിയിക്കാം, കൺസ്യൂമർ കോർട്ടിനെ അറിയിക്കാനൊക്കെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് നിലവിലുണ്ട്. അതുപോലെ നോക്കാം, നമുക്ക് കൺസ്യൂമർ കോർട്ട്, ഉപഭോക്തൃ കോടതികൾ ഉണ്ടല്ലേ, നിലവിലുണ്ട്. ഇത്രയോ നേരം നമ്മൾ എന്താണ് കൺസ്യൂമർ എന്ന് പഠിച്ചു, കൺസെപ്ഷൻ എന്താണെന്ന് പഠിച്ചു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ കൺസ്യൂമർ തീർച്ചയായിട്ടും നമുക്ക് മിക്ക ഇടത്തും നമ്മൾ എക്സ്പ്ലോയിറ്റേഷന് വിധേയമാകാറുണ്ട്. ഇത്തരം അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ളൊരു കോടതിയാണ് കൺസ്യൂമർ കോർട്ട്. നോക്കിയേ എന്തൊക്കെയാന്ന്. There may be situation in which consumers are not satisfied with the dealing of producers, distributors. Under such circumstances, they can approach the consumer court, which are the mechanism for assisting or helping them as per law. അതായത് ഒരു കൺസ്യൂമർ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ, അതായത് പ്രൊഡ്യൂസേഴ്സിൽ നിന്നോ ഡിസ്ട്രിബ്യൂഷൻ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആരെ അപ്രോച്ച് ചെയ്യാം? കൺസ്യൂമർ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. അവിടെ നിന്ന് ടൈമിൽ നമുക്കൊരു ഹെൽപ്പ് തീർച്ചയായിട്ടും കിട്ടും. ഇനി നോക്കി കൺസ്യൂമർ കോർട്ടിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കൺസ്യൂമർ കോർട്ട് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എൻഷുറിങ് ജസ്റ്റിസ് ടു ദ കൺസ്യൂമേഴ്സ്. നോക്കിയേ, ഈ കോടതികൾ തർക്കങ്ങൾക്ക് ഇടപെട്ട് നഷ്ടപരിഹാരങ്ങൾ ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുന്നു. ഓക്കെ, പിന്നെയോ ദേ സെറ്റിൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ബൈ വേരിയസ് മീൻസ് ഇൻക്ലൂഡിങ് എൻഷുറിങ് കോമ്പൻസേഷൻ ഫോർ ദ കൺസ്യൂമേഴ്സ്. അതായത് കൺസ്യൂമറിന് ഒരു കറക്റ്റ് കോമ്പൻസേഷൻ വരെ, എന്തെങ്കിലും ഡീലിങ്സ് തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ കൊടുക്കാനും ഈ ഉപഭോക്തൃ കോടതികൾ ഇടപെടുകയും ചെയ്യും. അതായത് അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിന് ഈ കൺസ്യൂമർ കോടതികൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു കൺസ്യൂമേഴ്സും എക്സ്പ്ലോയിറ്റേഷന്, ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ പരാതി നൽകാമെന്നാണ് പറഞ്ഞത്? കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകാം. സാധാരണ നമ്മൾ ചില കേസൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സാധാരണ കോർട്ടിൽ പോയി പരാതി കൊടുക്കും അല്ലേ? ഏതെങ്കിലും ഒരു വക്കീലിൻ്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും അവിടെ നമ്മൾ പരാതി കൊടുക്കുക. പക്ഷേ അങ്ങനെ സാധാരണ നോർമൽ കോർട്ടിൽ നമുക്ക് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഒത്തിരി വർഷങ്ങളോളം എടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലരിങ്ങനെ കേസിന് വേണ്ടി വർഷങ്ങളോളം നടക്കുന്നത്? അതുപോലെ പല കാര്യത്തിനും ഭയങ്കര ഫീസും ആയിരിക്കും. ഈ കോർട്ടിൽ കയറി ഇറങ്ങി നടക്കുന്ന വക്കീൽ ഫീസ്, സ്റ്റാമ്പ്, അത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ചിലവ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ കൺസ്യൂമർ കോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വക്കീലിൻ്റെയോ അഡ്വക്കേറ്റിൻ്റെയോ യാതൊരു ഹെൽപ്പും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയല്ല, നമുക്ക് അതിൽ ഫാസ്റ്റായിട്ടൊരു തീർപ്പ് കൽപ്പിച്ച് തരികയും ചെയ്യും. അതുകൊണ്ട് മിനിമം ലോ റേറ്റാണ് ഇവിടെ ഫീസും കാര്യങ്ങളൊക്കെ വരിക. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പം നമുക്ക് നോക്കാം ഈ കൺസ്യൂമർ കോർട്ട് എത്ര വിധം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് 3 ടൈപ്സ് ആണ്. ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ട് ഉണ്ട്, അതായത് ജില്ലാ തലത്തിലുള്ള കൺസ്യൂമർ കോർട്ട് ഉണ്ട്. പിന്നെയോ സ്റ്റേറ്റ് ലെവലിലുള്ള കൺസ്യൂമർ കോർട്ട് ഉണ്ട്. അതായത് സ്റ്റേറ്റ് ആയിരിക്കും അതിൻ്റെ മെയിൻ കൺട്രോൾ ചെയ്യുന്നത്, സ്റ്റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നാഷണൽ ലെവൽ കൺസ്യൂമർ കോർട്ടും ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓരോ കോർട്ടിൻ്റെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറം. ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ടിൽ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഫങ്ഷൻ അറ്റ് ഡിസ്ട്രിക്ട് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്ന കോർട്ടാണ് ഏത്? ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ട്. പ്രസിഡന്റ് ആൻഡ് 2 മെമ്പേഴ്സ്. ആ ഒരു ഇതിൽ ആരൊക്കെ ഉണ്ടാവും? അതിലൊരു പ്രസിഡന്റ് ഉണ്ടാവും. ഈ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ടിൽ ഒരു പ്രസിഡന്റ് ഉണ്ടാവും. പിന്നെയോ അതുകൂടാതെ 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും.
അറ്റ്ലീസ്റ്റ് 1 വുമൺ മെമ്പർ. ആ 2 മെമ്പേഴ്സിൽ ഒരാൾ ആരായിരിക്കണം? സ്ത്രീ ആയിരിക്കണം, വുമൺ മെമ്പർ ആയിരിക്കണം. അതുപോലെ ആഫ്റ്റർ കളക്ടിങ് എവിഡൻസ് ബേസ്ഡ് ഓൺ കംപ്ലൈൻറ്റ് ഫിൽഡ് ബൈ ദ കൺസ്യൂമർ, verdicts are given where the compensation claimed does not exceed rupees 20 lakhs. അതായത് 20 ലക്ഷം രൂപ വരെയുള്ള തർക്ക പരിഹാരങ്ങളാണ് എവിടെ നടക്കുക? ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ടിൽ നടക്കുന്നത്. ഇവിടെ ഈ ആരാണോ പരാതിക്കാരൻ അവിടെ പരാതി സ്വീകരിച്ച് അതിന്മേൽ ഒരു തെളിവെടുപ്പ് നടത്തിയിട്ട് അത് ഒരു പരാതി ഒത്തുതീർപ്പാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ 20 ലക്ഷം രൂപ വരെയുള്ള പല തർക്ക പരിഹാരങ്ങൾക്കാണ് നമ്മൾ എവിടെ സമീപിക്കുക? ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ടിൽ സമീപിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. നോക്കി എന്തൊക്കെയാണ് ഡിസ്ട്രിക്ട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു. പിന്നെയോ പ്രസിഡൻറ്റും 2 അംഗങ്ങളും ഉണ്ടാവും അല്ലേ? ഒരംഗമെങ്കിലും വനിതയായിരിക്കണം. ഓക്കെ. പിന്നെയോ 20 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കത്തിൻ്റെ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കുന്നു. അപ്പോൾ ആരാണോ ഏത് കൺസ്യൂമറാണോ പരാതി കൊടുക്കുന്നത് അതിന്മേലൊരു അന്വേഷണമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തെളിവെടുപ്പൊക്കെ നടത്തിയിട്ട് അതെന്ത് ചെയ്യും? തീർപ്പ് കൽപ്പിച്ച് വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് അതിന് ഒരു ഇത് കിട്ടുകയാണ്, ജസ്റ്റിസ്, നീതി കിട്ടുകയാണ്. മറ്റേ കോർട്ട് പോലെയല്ല കൺസ്യൂമർ കോർട്ട്. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് കൺസ്യൂമർ കോർട്ടിൻ്റെ. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് കോർട്ട് സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടാണ്. സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷൻ. ഇവിടെ മെയിനായിട്ട് ആരാണ് കൺട്രോളർ? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇൻചാർജ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ഫങ്ഷൻ അറ്റ് സ്റ്റേറ്റ് ലെവൽ. ഇവിടെയും സെയിം തന്നെയാണ്. പ്രസിഡൻ്റ് ആൻഡ് 2 മെമ്പേഴ്സ്. ഒരു പ്രസിഡൻ്റ് ഉണ്ടാവും, സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിൽ ഒരു പ്രസിഡൻ്റ് ഉണ്ടാവും, 2 മെമ്പേഴ്സും ഉണ്ടാവും. നോക്കിയേ, അറ്റ്ലീസ്റ്റ് 1 വുമൺ മെമ്പർ. ഒരു വുമൺ മെമ്പർ ഇവിടെയും വേണം. ഓക്കെ. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് റൈറ്റ് ടു അപ്പോയിൻറ്റ് മോർ മെമ്പേഴ്സ്. ഇവിടുത്തെ പ്രത്യേകത നോക്കിക്കേ, ഈ 2 മെമ്പേഴ്സിനെ കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൂടുതൽ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അവകാശവും കൂടി ഉണ്ട്. ഇവിടെ നോക്കുക, verdicts are given on consumer disputes where compensation claimed is above 20 lakhs but up to 1 crore. ഓക്കെ. അതായത് 20 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെയുള്ള തർക്ക പരിഹാരങ്ങളാണ് എവിടെ നടക്കുക? സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിൽ നടക്കുക. ഇവിടെയും സെയിം നോം തന്നെ. പരാതിക്കാരൻ്റെ പരാതി കേട്ട് അതിലൊരു അന്വേഷണം തെളിവെടുപ്പൊക്കെ നടത്തിയിട്ട് അത് പരിഹരിക്കപ്പെട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് മാറിപ്പോവരുത്. എത്ര? ഇൻ ബിറ്റ്വീൻ 20 lakhs to 1 crore വരെയുള്ള എമൗണ്ടിനുള്ള തർക്ക വിഷയങ്ങളാണ് ആരെടുക്കുക? സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ട് എടുക്കുക. പിന്നെ ഇവിടെ വരുന്നത് സെയിം ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ടിനെ പോലെ തന്നെയാണ്. പക്ഷേ ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കണം, ഗവൺമെൻറ്റിന് ഇവിടെ എക്സ്ട്രാ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അവകാശവും കൂടി ഉണ്ട്. അപ്പം നോക്കി എന്തൊക്കെയാണെന്നോടെ നോക്കി. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്തൊക്കെയാണ് പറയുന്നത്? സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. ഇവിടെയും പ്രസിഡൻറ്റും 2 അംഗങ്ങളുമുണ്ട്. ഒരംഗമെങ്കിലും ആരായിരിക്കണം? വനിതയായിരിക്കണം. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സർക്കാരിന് അധികാരമുണ്ട്. അതുപോലെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. 20 ലക്ഷം തൊട്ട് 1 കോടി വരെയുള്ള തർക്കങ്ങൾക്കാണ് ഇവിടെ തീർപ്പ് കൽപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നാഷണൽ കൺസ്യൂമർ കോർട്ടിനെ കുറിച്ച് പഠിക്കാം. നോക്കിയേ, ഫങ്ഷൻ അറ്റ് നാഷണൽ ലെവൽ. ദേശീയ ലെവലിലാണ് ഇതിൻ്റെ ഫങ്ഷൻസ് നടക്കുക. ഓക്കെ. പ്രസിഡൻ്റ് ആൻഡ് നോട്ട് ലെസ് ദാൻ 4 മെമ്പേഴ്സ്. നാഷണൽ ലെവൽ എന്ന് പറയുന്നത് ഒന്നുകൂടെ വലുതാണ് അല്ലേ? അപ്പോൾ 4 മെമ്പേഴ്സ് കുറയാതെയുള്ള അംഗങ്ങളായിരിക്കണം ആ ഗ്രൂപ്പിൽ ഉണ്ടാവുക. പ്രസിഡൻറ്റ് ആൻഡ് നോട്ട് ലെസ് ദാൻ 4 മെമ്പേഴ്സ്. 4 മെമ്പേഴ്സ് കുറയാൻ പാടില്ല. സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു അപ്പോയിൻറ്റ് മോർ മെമ്പേഴ്സ്. സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ അംഗങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ട്. അതുപോലെ നോക്കിയേ, verdicts are given on disputes where compensation claimed exceed rupees 1 crore. അതായത് 1 കോടി രൂപയുടെ മുകളിൽ വരുന്ന തർക്ക വിഷയങ്ങൾക്കാണ് ഇവിടെ
തീർപ്പ് കൽപ്പിക്കുന്നത്. 1 crore മുകളിൽ വരുന്നത് എവിടെയാണ് നടക്കുന്നത്? നാഷണൽ കൺസ്യൂമർ കോർട്ടിലാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ദേശീയ തലത്തിലാണ് നാഷണൽ കൺസ്യൂമർ കോർട്ട് പ്രവർത്തിക്കുന്നത്. ഇതിൽ ആരൊക്കെയുണ്ട്? പ്രസിഡൻ്റ് ഉണ്ട്, 4ൽ കുറയാത്ത അംഗങ്ങളുമുണ്ട്. പിന്നെയോ കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ ആർക്കാണ് അവകാശം? കേന്ദ്ര സർക്കാരിനാണ് അവകാശമുള്ളത്. അതുപോലെ ഇവിടെ തീർപ്പ് കൽപ്പിക്കുന്ന എത്ര എമൗണ്ടിന് മേലുള്ളതാണ്? 1 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങൾക്കാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ കോർട്ട്. കൺസ്യൂമർ കോർട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ്. നടപടിക്രമങ്ങൾ ലളിതമാണ്. നമ്മൾ പഠിച്ചു അല്ലേ, നമുക്ക് നേരിട്ട് നിന്ന് കോർട്ടിനെ സമീപിക്കാം. പക്ഷെ നമ്മൾ മറ്റ് കോടതികൾ പോകുമ്പോൾ ഒരു അഡ്വക്കേറ്റിൻ്റെയോ വക്കീലിൻ്റെയോ ഒക്കെ ഹെൽപ്പ് വേണം. തന്നെയല്ല നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുമോ? ഇല്ല അല്ലേ. നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ അയൽവക്കത്തുള്ള ബന്ധുക്കളുടെയോ എന്തെങ്കിലും കേസൊക്കെ ആയിട്ട് വർഷങ്ങളോളം ആളുകൾ നടക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഫാസ്റ്റ് അഷുറൻസ് ഓഫ് ജസ്റ്റിസ്, അതിവേഗം. നമ്മുടെ കൺസ്യൂമർ കോർട്ടിൽ അങ്ങനെയാണോ? അധികം വർഷങ്ങളോളം നടക്കണോ? വേണ്ട, നമുക്ക് അതിവേഗം നീതി കിട്ടുന്നു. അതുപോലെയോ ലെസ് കോർട്ട് എക്സ്പെൻസ്, നമുക്ക് സാധാരണ മറ്റേ കോടതിയെ അപേക്ഷിച്ച് കൺസ്യൂമർ കോർട്ടിൽ എക്സ്പെൻസ് വളരെ തുച്ഛമാണ്. മറ്റു കോടതികളിലൊക്കെ നമ്മൾ വക്കീൽ ഫീസ് കൊടുക്കണം, ഇത് ഓരോ പോക്കിന് പല പല ഫീസുകളുണ്ട് അല്ലേ. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൺസ്യൂമർ കോർട്ടിലില്ല. പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കിയേ. സിറ്റുവേഷൻ വെൻ കംപ്ലൈൻറ്റ്സ് അബൌട്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി ഫയൽഡ്. നമുക്കിനി നോക്കാം എന്തൊക്കെ ഉപഭോക്തൃ തർക്ക പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വെൻ പർച്ചേസ്ഡ് പ്രോഡക്റ്റ് ഈസ് ഡാമേജ്ഡ് ഓർ ഡിഫക്റ്റീവ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ഡാമേജോ അല്ലെങ്കിൽ ചീത്തയാവോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാം. നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഓരോ കൺസ്യൂമേഴ്സും ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ പറയുന്ന പല കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഒരു നിയമം, നിങ്ങളെപ്പോലെയുള്ള ഓരോ കൺസ്യൂമേഴ്സും ടീച്ചർ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും ഒരു സ്റ്റെപ്പ് വെച്ചാലേ നമുക്കിവിടെ ഒരു നീതി ലഭിക്കുകയുള്ളൂ. അതുപോലെ നോക്കിയേ, ഡിഫക്റ്റീവ് സർവീസ് റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ് നോൺ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഗവൺമെൻറ്റിൽ നിന്നോ നോൺ ഗവൺമെൻറ്റിൽ നിന്നോ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ എല്ലാം നമുക്കൊരു നല്ല സർവീസ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ആരെ സമീപിക്കാം? യെസ്, കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ്. പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്രോപ്രിയേഷൻ ഓഫ് പ്രൈസ് ഓവർ ആൻഡ് എബവ് ദ എമൗണ്ട് ലീഗലി ഫിക്സ്ഡ് ഓർ മാർക്ക്ഡ് ഓൺ ദ ഔട്ടർ കേസിംഗ്. അതായത് നമുക്കറിയാം ചില പാക്കറ്റിലൊക്കെ ഒരു നിയമാനുസൃത ഒരു വിലയുണ്ട്. പക്ഷെ ചിലരെന്ത് ചെയ്യും? ആ വിലയുടെ മേളിൽ വേറെ സ്റ്റിക്കർ ഒട്ടിച്ച് വേറെ ഒരു വിലയിടും. അങ്ങനെയൊക്കെ തട്ടിപ്പും തിരികടയൊക്കെ കാണിക്കുകയാണെങ്കിലും നമുക്ക് ആരെ സമീപിക്കാം? ഈ കൺസ്യൂമർ കോടതിയെ നമുക്ക് സമീപിക്കാവുന്നതാണ്. പിന്നെയോ വയലേഷൻ ഓഫ് ദ പ്രിവെൻഷൻ ഓഫ് അഡൾട്രേഷൻ ലോ. അതായത് അഡൾട്രേഷൻ? മായം ചേർക്കൽ അല്ലേ. പല സാധനങ്ങൾക്കും നമുക്ക് ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ കിട്ടുന്ന നമുക്കറിയാം, നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. അവിടെ ഓരോ കടയിൽ അത് പിടിച്ചു, പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ വായിക്കുന്ന പത്രവാർത്തയാണ് പല ഹോട്ടലുകളും അടയ്ക്കുന്നു അല്ലേ, ഫുഡിൽ ഭയങ്കര മായം ചേർക്കുന്നു, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പഞ്ചസാര, മുളക്, അങ്ങനെയുള്ള പല ഐറ്റത്തിലും ധാരാളം മായങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂമർ സൈഡിൽ നിന്ന് ചിന്തിച്ച് നല്ലത് മാത്രം ഓപ്റ്റ് ചെയ്യുക. അതിന് അന്വേഷണങ്ങൾ, നമുക്കതെല്ലാം ശ്രദ്ധിക്കാനും അന്വേഷിക്കാനൊക്കെ ഉള്ള ഒത്തിരി മീഡിയാസൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെയോ സ്കെയിൽ ഓഫ് പ്രോഡക്റ്റ് വിച്ച് ആർ ഹാംഫുൾ ടു ലൈഫ് ആൻഡ് സേഫ്റ്റി. അതുകൊണ്ട് ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഡൈസ്, ചായങ്ങളൊക്കെ ചേർക്കാറുണ്ട്. സാധനങ്ങൾ ചീത്തയാവാതിരിക്കാൻ പലതരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന മീൻ, ഇറച്ചി, ഇതെല്ലാം പച്ചക്കറി എല്ലാം വിഷമാണ് അല്ലേ. എന്തെങ്കിലും നല്ലതുണ്ടോ? പക്ഷെ നല്ലതുള്ള സ്ഥലങ്ങളുണ്ടാവാം. അങ്ങനെയുള്ള സ്ഥലത്ത് പോയി നമ്മളത് കണ്ടുപിടിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അതാണ് ഒരു നല്ലൊരു കൺസ്യൂമർ എന്ന് പറയുന്നത്. അതുതന്നെയാണ്. അതുപോലെ ലോസ് ഡ്യൂ ടു ട്രേഡിംഗ് മെത്തേഡ്സ് which lead to unfair practices and limited consumer freedom.
അതായത് കൺസ്യൂമറിൻ്റെ ഫ്രീഡത്തെ ഹനിക്കുന്നതോ അതുവേണം ന്യായരഹിതമായിട്ടൊക്കെ കൺസ്യൂമറിനോട് ബിഹേവ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് എവിടെ നമുക്ക് സമീപിക്കാം? കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് സമീപിക്കാം. ഗിവിങ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് ഫോർ ഇൻക്രീസിങ് സെയിൽസ്. തെറ്റായ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ മറിച്ച് പിടിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി ചിലർ ചെയ്യുന്നതാണ്. ഒരു 100 രൂപ കൂട്ടിയിട്ട് ഒരു 50 രൂപയൊക്കെ കുറയ്ക്കും, എന്നിട്ട് 50% ഡിസ്കൗണ്ടിൽ സെയിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരസ്യം കൊടുക്കും അല്ലേ. ഇങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിൽ പരസ്യമൊക്കെ കൊടുക്കുന്നതിന് നമുക്ക് ആരെ സമീപിക്കാം? കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ്. അതുപോലെ ഫോളോയിങ് ആർ ദ കോമ്പൻസേഷൻ ഫോർ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ഒബ്റ്റെയിൻ ത്രൂ കൺസ്യൂമർ കോർട്ട്. കൺസ്യൂമർ കോർട്ടിൽ നിന്ന് ഉപഭോക്തൃ കോടതികളിൽ വഴി ലഭിക്കുന്ന പരിഹാരങ്ങൾ താഴെ കൊടുക്കുന്നവയാണ്. നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങളാണ് കൺസ്യൂമർ കോർട്ടിൽ നിന്ന് കിട്ടുന്നതെന്ന് നോക്കാം. റീപ്ലേസിങ് ദ പ്രോഡക്റ്റ്, അതായത് പകരം സാധനം നൽകൽ. അപ്പം നമുക്ക് തന്ന സാധനം കൊള്ളില്ലെങ്കിൽ പകരം സാധനം കൊടുക്കാനായിട്ട് ആ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനോട് ഓർഡർ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? കൺസ്യൂമർ കോർട്ടിനുണ്ട്. അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാഷ് പെയ്ഡ് ഓർ എക്സസ് എമൗണ്ട് അപ്രോപ്രിയേറ്റഡ്. നൽകിയ പണം അധികമായി ഈടാക്കിയ പണം തിരിച്ചു നൽകുക. ചിലരുണ്ടല്ലേ, സാധനങ്ങളിൽ ആക്ച്വൽ പ്രൈസിനേക്കാൾ കൂടുതൽ വില നമ്മളോട് ഈടാക്കും. ഇതൊരു കൺസ്യൂമർ മനസ്സിലാക്കി കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അധികമായിട്ട് കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഹെൽപ്പും ആര് ചെയ്തു തരും? കൺസ്യൂമർ കോടതി ചെയ്തു തരും. അതുപോലെ മോണിറ്ററി കോമ്പൻസേഷൻ ഫോർ ദ ലോസ്. നഷ്ടം നികത്തുന്നതിനുള്ള തുക ലഭ്യമാക്കും. എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിയിട്ട് നമുക്കത് അവർ പറയുന്ന പീരീഡ് ഓഫ് ടൈം വരെ നമുക്കത് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ഉള്ള നഷ്ടങ്ങളുണ്ടായാലും അതിൻ്റെ ഉള്ള തുക എത്രമാത്രം എമൗണ്ട് ആണ് നമ്മളോട് ഈടാക്കിയത് അത് തിരിച്ചു കിട്ടാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ ഡയറക്ഷൻ ടു റെക്ടിഫൈ ദ ഡിഫെക്ട്സ് ഇൻ സർവീസ്. സേവനത്തിലെ കോട്ടങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകൽ. ടൈമിലി സർവീസൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറയും, അവർ തിരിഞ്ഞു പോലും നോക്കില്ല. നമ്മൾ കൺസ്യൂമർ കോടതിയെ സമീപിച്ചാൽ അതെല്ലാം നമുക്ക് ടൈമിൽ കിട്ടുന്നതിനുള്ള ഒരു സൗകര്യവും കോടതി ചെയ്തു തരും. അതുപോലെ സ്റ്റോപ്പിംഗ് ഹാംഫുൾ ട്രേഡ് പ്രാക്ടീസസ്. ദോഷകരമായ വ്യാപാര നടപടികൾ നിർത്തലാക്കാനുള്ള അവകാശവും ആർക്കുണ്ട്? കൺസ്യൂമർ കോടതിക്ക് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം പ്രൊഹിബിഷൻ ഓഫ് സെയിൽ ഓഫ് ഹാംഫുൾ ഫുഡ് ഐറ്റംസ്. ഹാനികരമായ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന നിരോധിക്കൽ. ഇങ്ങനെ പോയിസണസ് ആയിട്ടുള്ള ഹെൽത്തിനൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിരോധിക്കാനുള്ള അവകാശവും കൺസ്യൂമർ കോർട്ടിനുണ്ട്. അതുകൊണ്ട് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഇൻ ലോഡ്ജിങ് ദ കംപ്ലൈൻറ്റ്. പരാതി ചെലവ് ലഭ്യമാക്കൽ. നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നടത്തിയ ചെലവുകളൊക്കെ തിരികെ കിട്ടാനുള്ള അവകാശവും അവസരവും കൺസ്യൂമർ കോർട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പം അക്കോർഡിംഗ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, അപ്പാർട്ട് ഫ്രം ദ കൺസ്യൂമർ കോർട്ട് 3-level അഡ്വൈസറി കൗൺസിൽ ഹാവ് ബീൻ സെറ്റപ്പ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണല്ലേ. ഏതൊക്കെയായിരുന്നു അത്? ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ട്, സ്റ്റേറ്റ് ലെവൽ കൺസ്യൂമർ കോർട്ട്, പിന്നെയോ നാഷണൽ കൺസ്യൂമർ കോർട്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കൃത്യമായ സേവനങ്ങൾ, നീതി കിട്ടുന്ന ഇടമാണ്. അതുപോലെ നമുക്ക് നോക്കാം ഏതൊക്കെയായിരുന്നു? ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ആൻഡ് നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. The responsibility of this council is to advise the respective government to consumer right. അപ്പോൾ ഈ കൗൺസിലിൻ്റെയൊക്കെ മെയിൻ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി എന്താണ്? ആളുകൾക്ക് റൈറ്റ്, അവകാശങ്ങൾ, ഓരോ കൺസ്യൂമറിനും കറക്റ്റ് അവകാശങ്ങളും നീതിയും ഉറപ്പാക്കിയാണ് ഈ ഓരോ കൺസ്യൂമർ കോർട്ടിൻ്റെയും ലക്ഷ്യം, അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻ അതാണ്.